ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിന്റെ അവസാനം, അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. വാട്ട് അബൌട്ട് ദ സിഗ്നൽ? യേശു ഉടനെ പറഞ്ഞത് വെള്ളറുടെ പുതിയ മാർക്കറ്റ് വരും, അല്ല പനച്ചുമൂട് ചന്ത വിപുലമാക്കുമെന്നല്ല. യേശു പറഞ്ഞ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. തീർന്നില്ല. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. അടുത്ത വാക്ക്, ആ കാലം എപ്പോഴെന്നറിയായിക്കാൾ സൂക്ഷിച്ചു കൊള്ളു. യേശുവിൻ്റെ പേര് പറഞ്ഞ് പണമടിച്ച് മാറ്റും. യേശുവിൻ്റെ പേര് പറഞ്ഞ് അത്ഭുത രോഗശാന്തി. യേശു അറിയാത്ത കാര്യം പറഞ്ഞ് യേശുവിനോട് മാറി നിൽക്കാൻ പറയുന്നു. സുവിശേഷത്തെ വിൽപ്പന ചരക്കാക്കുന്ന പല ഉപദേശിമാരും വിശ്വാസികളും അവസാന കാലത്ത് എഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞങ്ങളല്ല, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവേൻ. ആ കാലം എപ്പോഴെന്നറിയായികാൽ സൂക്ഷിച്ചു കൊള്ളുവേൻ. യഥാർത്ഥ സത്യവചന ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ. എന്താ സുവിശേഷം? അവിടെ വിടുതലല്ല, രോഗശാന്തിയല്ല സുവിശേഷം. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് തിരുവഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഉയർത്തു. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. സ്വോത്രം. അപ്പം പറയൂ, ദൈവദാസൻ നന്മയെ പറ്റി പറയുന്നില്ല. നന്മ കിട്ടും മക്കളെ. മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിച്ച് വചനപ്രകാരം രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന് നിന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതിന് മറുപടി യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്, എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. ഉലകത്തിൽ 4 കാര്യങ്ങൾ മറുപടിയായി. അതിലാദ്യമായി യേശു പറഞ്ഞു, മത്തായി 24, 32, 33, 34, അത്തിയെ നോക്കി ഒരു മമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു വരാൻ പോകുന്നു. ഇസ്രയേലുമായിട്ടൊരു അന്തിമ യുദ്ധം. 3 മരങ്ങളോട് ഇസ്രയേലിനെ ഉപമിച്ചിട്ടുണ്ട്. 1 അത്തിവൃക്ഷം. ഹോശയ്യ 9:10 അവൻ്റെ രാഷ്ട്രീയം. അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു, ഇസ്രായേൽ. 2 മുന്തിരി. യോഹന്നാൻ 15:1-2 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും വെട്ടിക്കളയുന്നു. 3 മൂന്നാമത്തെ മരമാ ഒലിവ്. അങ്ങനെ ഒരു സങ്കീർത്തനം പെന്തിക്കോസുകാരെല്ലാം കേട്ട് കാണും. 128-ാം സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വെള്ളറട ബിവറേജസിൽ എത്തത്തില്ല. നിന്റെ ഭാര്യ വീട്ടിനകത്ത് കറുത്തമുത്തും ചന്ദന വഴിയും കാണത്തില്ല. മക്കൾ നെയ്യാറ് ചൂണ്ടയിടാൻ പോവിയല്ല. അങ്ങനെ ഒരു സങ്കീർത്തനം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കല്യാണത്തിൻ്റെ അവസാന ഭാഗം ദൈവത്തിൻ്റെ ദാസന്മാർ വായിക്കും. നിങ്ങളെപ്പോലുള്ളവർ ബിരിയാണിക്ക് വേണ്ടി കാത്തു നിൽക്കും, ഞങ്ങളെപ്പോലുള്ളവർ കവറിനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതാരും ശ്രദ്ധിക്കത്തില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാ സങ്കീർത്തനം 128, 1, 2, 3. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്ത്. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. 1 അത്തി അവൻ്റെ രാഷ്ട്രീയം, 2 മുന്തിരി അവൻ്റെ സൗന്ദര്യം, 3 ഒലിവ് അവൻ്റെ ആത്മീയത്തെ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. വരാൻ പോകുന്നു റഷ്യ ഇസ്രയേൽ യുദ്ധം കടക്കുന്നു. അന്തിമ യുദ്ധങ്ങളിലേക്ക്. ഇന്ന് രാത്രി ഈ പഞ്ചാങ്കുഴിയിൽ നിങ്ങളിരിക്കുമ്പോൾ 1 വർഷവും 5 മാസവുമായി ലോകത്തിൽ ഒരു യുദ്ധം നടക്കുന്നത്. അതിൻ്റെ പേര് കോവിഡാനന്തര ലോകം. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ബൈബിളിനകത്ത് മത്തായി 24:6-7 യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം, സർമൺ ഓഫ് ദ മൗണ്ട്, അതിനകത്ത് പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്ക്, ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത്. ഇത് കേട്ടിട്ട് വെള്ളറടയിലെ ഭൂമി എഴുതി വിട്ട് സ്ഥലം കാലയാക്കാൻ നിൽക്കരുത്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം. അതുകൊണ്ട് ചിലർ വിചാരിക്കും യുദ്ധം വരാൻ പോകും, ഇനി ഉള്ളതെല്ലാം എഴുതി വിട്ട് ചാപ്പാടും കഴിച്ച് നിൽക്കാൻ. അങ്ങനെ നിൽക്കരുത്. ഇതൊരു അനൗൺസ്മെൻറ്റാണ്. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്ക്, ചഞ്ചലപ്പെട്ടു പോകരുത്. അടുത്ത ജാതിയോടും. അതാ കോവിഡാനന്തര ലോകം. അമിത്ഷാ വിചാരിച്ചിട്ട് നടക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ചിട്ട് നടക്കത്തില്ല. മണിപ്പൂർ കത്തുന്നു. മെയ്തൈ, കുക്കി, നാഗന്മാർ. ആര് ചർച്ച നടത്തിയാലും ഇത് വിജയിക്കാൻ പോകുന്നില്ല. ഇതൊരു അന്തിമ ദിനമാ. ബൈബിളിൻ്റെ പ്രവചനം. കാസ്റ്റ് ടു കാസ്റ്റ്. ഒരിടത്തൊരു തീപ്പൊരി പതറിയപ്പോൾ ഹരിയാനയിലേക്ക് 2ാമത്തെ കലാപം. അത് കഴിഞ്ഞ് ഗുജറാത്ത് കലാപത്തിന് വേണ്ടി ഒരുങ്ങുന്നു. ജാതിയോടും രാജ്യത്തോടും എതിർക്കും. ഇംഗ്ലീഷിൽ കാസ്റ്റ് ടു കാസ്റ്റ്. ഇന്റർപ്രിട്ടേഷൻ വന്നാൽ കിങ്ഡം ടു കിങ്ഡം. ഇതെല്ലാം കോവിഡാനന്തര ലോകത്തിലായി നടക്കുന്നത്. വരവിൻ്റെ ലക്ഷണങ്ങൾ. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം. ശ്രദ്ധയോടെ ബൈബിൾ പഠിതാക്കൾ. 1900 മുതൽ യുദ്ധങ്ങളുടെ കാലം. 1905 റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ജപ്പാൻ അടിച്ചു തകർത്തു. 1914 മുതൽ 17 വരെ 1ാം ലോക മഹായുദ്ധം. എത്ര പേർ മരിച്ചു? 5 ലക്ഷം പേർ മരിച്ചു. 3ാമത്തെ യുദ്ധം 1939 മുതൽ 45 വരെ 2ാം ലോക മഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. 1957 ഇസ്രയേൽ സംബന്ധിച്ച യുദ്ധം. 1967 അറബ് ഇസ്രയേൽ വാർ. 1971 ഇന്ത്യ ചൈന യുദ്ധം.
73 വരുമ്പോൾ അമേരിക്ക വിയറ്റ്നാം യുദ്ധം, അത് കഴിഞ്ഞ് 80 മുതൽ 90 വരെ സൂപ്പർ യുദ്ധം, ഇറാനും ഇറാഖും കട്ടക്കടി കൂടി. സ്വോത്രം. 90 സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചു. ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒരിടവേളയായിരുന്നു. പക്ഷേ കോവിഡിന് ശേഷം ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ 16 മാസമായി ഒരു യുദ്ധം നടക്കുന്നു. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഇത് അന്തിമ യുദ്ധത്തിലേക്ക് പോകുന്ന 3ാം ലോക മഹായുദ്ധത്തിലേക്ക്. എന്തിന് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു? ഇനിയുള്ള കാര്യങ്ങളെല്ലാം ബൈബിൾ പ്രവചനം, അന്ത്യകാലങ്ങൾ കേട്ടോ, യുഗാന്ത്യ സംഭവങ്ങളാണ്. എന്തിന് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു? ലോകത്തിൽ 2 വൻശക്തികൾ, ഒന്ന് അമേരിക്ക, USA, 51 സ്റ്റേറ്റ് അമേരിക്കയിലുള്ളത്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വൻശക്തിയുടെ പേരാ USSR, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം? പറയാം. റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമായിരുന്നു. 1987. നാട്ടുകാർക്കും കേൾക്കാം, പഠിക്കുന്നവർ കേൾക്കാം, ബൈബിളിലെ പ്രവചനത്തിലേക്ക് വരിക. 1987 റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു. അദ്ദേഹത്തിൻ്റെ പേരാ മിഖായിൽ ഗർബച്ചോവ്. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ കൂടെ ഇരുന്നവർ പറഞ്ഞു, സാറ് ഈ രാജ്യത്തെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും പാനീയം, എല്ലാവർക്കും ഡ്രസ്സുമൊക്കെ കൊടുക്കണമെങ്കിൽ രക്ഷയില്ല, ജനസംഖ്യ പെരുകുന്നു. അങ്ങനെ റഷ്യയെ വെട്ടിമുറിക്കണം. അന്നാദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം, ഗ്ലാസ് ഡസ്റ്റും പെരിസ്ട്രോയ്ക്ക് ഒരു പുതിയ സിദ്ധാന്തം കൊണ്ടുവന്ന് റഷ്യയെ ആര് വെട്ടിമുറിച്ചെന്നറിയാമോ? ആര് വെട്ടിമുറിച്ചു? മിഖായിൽ ഗർബച്ചോവ്. 15ആയിട്ട് റഷ്യയെ വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, അത് കഴിഞ്ഞ് ബെലാറസ്, അത് കഴിഞ്ഞ് ക്രിമിയ, അത് കഴിഞ്ഞ് ചെച്ചിനിയ, അത് കഴിഞ്ഞ സൈബീരിയ. പ്രവചനത്തിലേക്ക് മുന്നോട്ട് വരാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മിഖായിൽ ഗർബച്ചോവിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ദൈവ കുഞ്ഞുങ്ങൾ കേൾക്കണം. അദ്ദേഹം റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ രാവിലെ ക്രെംലിൻ കൊട്ടാരത്തിലേക്ക് പോകുവാൻ വാഹനം അദ്ദേഹത്തെ തേടി വരും. വാഹനം തേടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് റൈസ ഗർബച്ചോവ്, മിഖായിൽ ഗർബച്ചോവിൻ്റെ ഭാര്യ. അവരൊരു മുറിക്കകത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മിഖായിൽ ഗർബച്ചോവ് അവരോട് ചോദിക്കാറുണ്ട്, ഞാൻ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ റൈസ ഗർബച്ചോവ് പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കളെ റഷ്യയുടെ പ്രസിഡന്റ് ആക്കിയത് സ്വർഗത്തിലെ ദൈവമായതുകൊണ്ട് ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. അന്ന് വരെ ദൈവമില്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആരാ? മിഖായിൽ ഗർബച്ചോവ്. പക്ഷേ ഭരണം വിട്ടതിന് ശേഷം അദ്ദേഹം കർത്താവിന് രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഇന്ന് രാത്രി സഹോദര സഹോദരി, മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അനേകം പേരെ നേടുവാൻ കലകമല്ല വലുത്, വടക്കല്ല വലുത്. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ പട്ടണത്തിനകത്ത് വലിയവരെ തേടുക, പട്ടണത്തിനകത്ത് ഉന്നതരെ യേശുവിലേക്ക് കൊണ്ടുവരുക. നിന്റെ വിലയേറിയ കണ്ണുനീരിന് കഴിയും. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിലവിളി കൊണ്ട് മിഖായിൽ ഗർബച്ചോവ് കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചത്. ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു? എന്താ റഷ്യയുടെ 3 പ്രത്യേകത? സാമ്പത്തിക മണ്ഡലം തകരുന്നു. റഷ്യയിലെ ആണവ നിലയങ്ങൾ പ്രതിസന്ധിയിലായപ്പോൾ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന 3 കാര്യങ്ങൾ ഇന്ന് രാത്രി രാഷ്ട്രീയക്കാർക്ക് അറിയത്തില്ല, ഇവിടുത്തെ ചാനലുകൾക്ക് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഉക്രൈനകത്ത് നല്ലൊരു നദിയുണ്ട്. ഇവിടെ വെള്ളറടയിലുള്ള കുഞ്ഞുങ്ങൾ അനവധി പേർ ഉക്രൈനെ MBBS പഠിക്കാൻ പോയി കാണും. അവർക്കറിയാം നദിയുടെ പേര് നിപ്പർ നദി. ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദരമായ വെള്ളം കിട്ടുന്ന നദിയാണ് നിപ്പർ നദി. ആ വെള്ളം കിട്ടിയാൽ ഒരു കാലത്ത് റഷ്യക്ക് പഞ്ഞം വരത്തില്ല. രണ്ടാമത്തെ കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഗോതമ്പിൻ്റെ വിപണിയാണ് റഷ്യ. അത് കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഉക്രൈന. ഇതിനെയും കൂടെ കൈ കിട്ടിയാൽ ആഗോള വ്യാപകമായി ഗോതമ്പിൻ്റെ കുത്തക റഷ്യക്ക് ഏറ്റെടുക്കാം. റഷ്യ ഉക്രൈൻ തുടങ്ങിയതിൻ്റെ പിറ്റേന്ന് നമ്മുടെ റേഷൻ കടയിൽ ആട്ടപ്പൊടി അവർ നിർത്തി. മിണ്ടുന്നില്ലല്ലോ, സ്വോത്രം. കാര്യങ്ങളെല്ലാം മനസ്സിലായോ? അതിൻ്റെ പിറ്റേന്ന് തൊട്ട് ഒറ്റ ആട്ടപ്പൊടിയും കിട്ടാനുള്ള സംവിധാനം എല്ലാം മാറ്റിക്കഴിഞ്ഞു. 3ാമത്തെ സംഭവം, റഷ്യയിലെ ആണവ നിലയം ഇപ്പോൾ ചൊർണോബ് എന്ന അതിൻ്റെ പേര്. വെള്ളറടയിൽ നിന്ന് ആറാട്ടുകുടിയിലേക്ക് പോകുന്ന വഴി KSRTCയുടെ വണ്ടി ഒതുക്കി കിടക്കുന്ന പോലെ റഷ്യയിലെ ആണവ നിലയം ഇന്നൊരു പരുവത്തിൽ കിടക്കുക, രക്ഷയില്ല. അങ്ങനെയെങ്കിൽ ഉക്രൈനിൽ ഒരു ആണവ നിലയമുണ്ട്. ആ ആണവ നിലയത്തിൻ്റെ പേര് സഫ്രോഷിയ ആണവ നിലയം. ഇത് പിടിക്കാൻ വേണ്ടിയാ ഇന്ന് 16 മാസത്തിന് ശേഷവും 17ാം മാസവും റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. 1 നിപ്പർ നദി, 2 ചൊർണോബിൽ ആളമനിലയന്മാരെ സഫ്രോഷിയ. 3ാമത്തെ കാര്യം, ഗോതമ്പ് പിടിച്ചടക്കിയാൽ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ റഷ്യ 1ാമതാകും. ഇത് ഉടനെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവര്, എന്തുകൊണ്ട് ഇതിവേഗത്തിൽ ഈ ആക്രമണം വന്നു? ഉക്രൈനിൽ ഒരു പ്രസിഡന്റ് വന്നു. അവൻ വന്നത് 2010 കൂടിയാണ്. അവൻ്റെ പേര് വ്ളാഡിമിർ സെലൻസ്കി. വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രത്യേകത എന്താണെന്നറിയാം? അവൻ ഒരു യഹൂദനാണ്. അവൻ വന്നുടനെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സംഘടന അമേരിക്കയുടെ നേതൃത്വത്തിൽ നാസയ്ക്ക് ഒരു കത്ത് നാറ്റോയ്ക്ക് ഒരു കത്ത് കൊടുത്തു, ഞങ്ങളെ ഏൽക്കണം. അവർ പറഞ്ഞു പറ്റത്തില്ല. 2013 2ാമത്തെ കത്ത് അമേരിക്കയുടെ പ്രസിഡന്റായ ബരാക് ഒബാമയുടെ കൊടുത്തു, ഞങ്ങളെ നിങ്ങളുടെ കൂടെ ചേർക്കണം, റഷ്യയുടെ കൂട്ടത്തിൽ നിൽക്കാൻ താല്പര്യമില്ല. അദ്ദേഹം പറഞ്ഞു പറ്റത്തില്ല. എന്താ വിഷയം? ഇവിടുത്തെ
ആർക്കും അറിയത്തില്ല. 1971 ഒരു കരാറുണ്ട്. ആ കരാറിൻ്റെ പേര് ജോൺ ഓഫ് കെന്നഡി കരാർ. ജോൺ ഓഫ് കെന്നഡി കരാർ. എന്താ ഈ കരാർ? റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയും ഒപ്പുവെച്ചൊരു കരാറ്. റഷ്യയുടെ മണ്ണിനകത്ത് അതിൻ്റെ ചുറ്റും ഒറ്റ രാജ്യങ്ങളെ നാറ്റോയിലകത്താക്കത്തില്ല. എന്താ കാര്യം എന്നറിയാം? റഷ്യയുടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് ഉക്രൈൻ. ഉക്രൈനകത്ത് ഈ കാര്യം ചെയ്താൽ എന്താ ചെയ്തതെന്നറിയാമോ? റഷ്യക്കകത്ത് ഉക്രൈനകത്ത് ഈ അമേരിക്ക ഉക്രൈനെ ഏറ്റെടുത്താൽ അവിടെ ഒരു വലിയ റഡാർ കൊണ്ടുവെക്ക്. അത് കഴിഞ്ഞ് സാറ്റലൈറ്റ് നിരത്തി കഴിഞ്ഞാൽ റഷ്യയുടെ സകല സംവിധാനങ്ങളും അമേരിക്ക അട്ടിമറിക്കും. അതുകൊണ്ട് 1971 കൊണ്ടുവന്നൊരു കരാറാണ് ജോൺ ഓഫ് കെന്നഡി കരാർ. നമ്മുടെ തൊട്ടടുത്ത് ശ്രീലങ്ക, കേൾക്കണം, അവിടെ ഒരു തുറമുഖമുണ്ട്, കമ്പൻതോട്ട തുറമുഖം. 1500 കോടി രൂപ കൊടുത്ത ശ്രീലങ്ക തുറമുഖം പണിഞ്ഞത്. അപ്പോൾ അവിടെ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കപ്പൽ വരാൻ പോയി. ആ കപ്പലിൻ്റെ പേരാ യുവാങ് 5, ചൈനയിലൂടെ ചാരക്കപ്പൽ. അതവിടെ വരുന്നതിന് ഇന്ത്യ എതിർത്തു. ആ കപ്പൽ അവിടെ വന്നാൽ തിരുവനന്തപുരം വിമാനത്താവളം, ISRO, അത് കഴിഞ്ഞ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്, കൂടംകുളം ആണവ നിലയം, കൽപ്പാത്തി, ഇതിൻ്റെ സകല ടെക്നിക്കുകളും ഈ ഇൻ്റർനെറ്റ് വഴി വലിച്ചെടുക്കുക. അതുകൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഏറ്റവും നല്ല ബുദ്ധിമാൻ, മോഡി സാറിനേക്കാളും അമിത്ഷായെക്കാളും അതുപോലെ രാജ്നാഥ് സിംഗിനേക്കാളും ഇന്ത്യ മൊത്തം തിരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും സുന്ദരനായ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അദ്ദേഹം ശ്രീലങ്കയോട് ചൈനയോടും പറഞ്ഞ് ആവശ്യമില്ലാത്ത കുഴപ്പമുണ്ടാക്കാൻ കപ്പൽ കൊണ്ടുവരുത്. ശ്രീലങ്ക കരഞ്ഞു, ഞങ്ങളുടെ അല്ല തുറമുഖം അവരെ കൊണ്ടുവരും. ചൈന മിണ്ടിയില്ല, കപ്പൽ കൊണ്ടുവന്നു. ഇന്ത്യക്കാരനും ഒന്നും ചെയ്തില്ല. ഇന്ത്യക്കാർ ഒരു കാര്യം ചെയ്തു, ശ്രീലങ്കയുടെ മേളിലോട്ട് ഒരു സാറ്റലൈറ്റ് അങ്ങ് വിട്ടുകൊടുത്തു. ഇൻ്റർനെറ്റ് മുഴുവൻ കട്ടായി, ജാമായി. അത്ര ബുദ്ധിയുള്ളവന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അദ്ദേഹമായി ഇന്നാൾ കഴക്കൂട്ടം പാലത്തെ വന്ന് കൈ കാണിച്ചപ്പോൾ ഇവിടുത്തെ CPM-കാരെല്ലാം ചോദിച്ചു, ഇത് കയ്യാ ഇങ്ക വന്നിരിക്കുന്നതെന്ന്. സ്വോത്രം. ഇനി ഒരുപക്ഷെ തിരുവനന്തപുരത്ത് മത്സരമുണ്ടായാൽ മലയാളികളെ ഒറ്റ ഒരെണ്ണത്തിന് BJP-കാർ ഇവിടെ നിർത്തിയാൽ അവർക്ക് വിശ്വാസമില്ല. ഒന്നീ നിർമ്മലാ സീതാരാമൻ, അല്ലേ എസ് ജയശങ്കർ, ഇവർ രണ്ടുപേരുമായിരിക്കും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾ. അത് നോക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇന്ന് രാത്രി. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈ ശ്രീലങ്കയുടെ മണ്ണിൽ നിന്ന് ചൈന രഹസ്യം ചോർത്തിയെടുക്കുന്നത് പോലെ ഉക്രൈൻ്റെ മണ്ണിൽ അമേരിക്ക ഒരു നിലയം പണിഞ്ഞ് റഡാർ വച്ചാൽ റഷ്യയുടെ കാര്യങ്ങൾ ചോർത്തിയെടുക്കും. അതുകൊണ്ട് 71 കരാറാ ജോൺ ഓഫ് കെന്നഡി കരാർ. റഷ്യയുടെ ചുറ്റുമുള്ള ഒരു രാജ്യങ്ങളെയും നാറ്റോയുടെ സഖ്യത്തിൽ ചേർക്കത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിന്നത്തതിൽ എന്ത് സംഭവിച്ചു പറയാം. അവൻ വീണ്ടും 2016 അടുത്ത കത്ത് കൊടുത്തു. അടുത്ത കത്ത് ആർക്ക് കൊടുത്തു? ബൈഡന് കൊടുത്തു. ബൈഡന് കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളെ അമേരിക്കൻ സഖ്യത്തിൽ ചേർക്കണം. അമേരിക്ക പറഞ്ഞു, പറ്റത്തില്ല, പഴയ കരാർ. 2020 കോവിഡ് കാലം ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ ചേർക്കണം. എന്നിട്ട് യഹൂദൻ ചെയ്ത അടുത്ത പരിപാടി യൂറോപ്യൻ യൂണിയനും കത്ത് കൊടുത്തു, ഞങ്ങളെ നിങ്ങളുടെ കൂടെ ചേർക്കണം. അപ്പം റഷ്യക്ക് പിടികിട്ടി. അവൻ IPC ഷാരോന്ന് ചർച്ചക്കോട് ന്യൂ ഇന്ത്യ എന്ന് ഇൻഡിപെൻഡന്റ്, എവിടെയും ചാടാൻ തയ്യാറാ. ഇനി വച്ചേക്കേണ്ട സ്വോത്രം. അതുകൊണ്ട് 2022 ഫെബ്രുവരി മാസം 23 കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി 23 ഒരാക്രമണം തുടങ്ങി. റഷ്യ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിവിടെങ്ങും തീരത്തില്ല. തിരുവനന്തപുരം നാഗർകോവിൽ റോഡ് പോകുന്നത് പോലെ ഇത് അന്തിമ യുദ്ധത്തിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ റഷ്യ ആരെ ആക്രമിക്കും? അന്തിമ ദിനങ്ങളിൽ ഇസ്രയേലിനെ ആക്രമിക്കും. ഇനി വായിച്ചു തുടങ്ങാം. വരുന്നു 3ാം ലോക മഹായുദ്ധം. എസെക്കിയേൽ പ്രവചനം 39 അധ്യായം 1-2 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചാട്ടെ. എസെക്കിയേൽ പ്രവചനം 39 1-2 വാക്യങ്ങൾ. അല്ലയോ മനുഷ്യപുത്ര, വായിച്ചു തുടങ്ങിയോ? നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. ഇതെല്ലാം പ്രവചനമാ. കാരാവിലെ കല്യാണമല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം ബൈബിൾ നോക്കിക്കൊണ്ടത്. ഈ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് ആരാ? ഗോഗെന്നറിയാമോ? നോഹയുടെ മക്കൾ, കനാൻ ശപിക്കപ്പെട്ടവർ. 3 കുഞ്ഞുങ്ങളായിരുന്നു നോഹയ്ക്ക്, ശേം, ഹാം, യാഫേത്ത്. യാഫേത്തിന്റെ തലമുറയിൽ പെട്ടത് മാഗോഗ്. പൊക്കം കുറഞ്ഞ രാജ്യക്കാർ, കൊറിയ, ചൈന, മംഗോളിയ, തായ്വാൻ. അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ചാടി ഒരുവനാ ഇന്നത്തെ ഗോഗ്. അവനെ വിളിക്കുന്ന റഷ്യ എന്ന. മാഗോഗിൻ്റെ തലയായ ഗോഗ്, നീയോ മനുഷ്യപുത്ര. ഉൽപ്പത്തി 10:2 ഈ രാഷ്ട്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്, ലോകരാഷ്ട്രങ്ങൾ. നോഹയുടെ മക്കൾ ഉൽപ്പത്തി 10:2 രേഖപ്പെടുത്തി. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. വായിച്ചാട്ട് കുഞ്ഞേ. ബൈബിള് കൂടെ വെച്ചേക്കണ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതാ മലയാളം. റഷ്യ, മോസ്കോ, ടുബാസ്കോ. റോഷ് റഷ്യ, ട്രിവാൻഡ്രം, തിരുവനന്തപുരം, മദ്രാസ്, ചെന്നൈ ആയതുപോലെ പഴയ നിയമത്തിൽ വാക്യങ്ങൾ മാറുന്നു. അതിൻ്റെ പേര് റഷ്യ. ഇന്നത്തെ തലസ്ഥാനം മോസ്കോ. അതിനുശേഷം സൈബീരിയ, അതിൻ്റെ തലസ്ഥാനമാണ് ടുബാസ്കോ. എത്ര ക്ലിയർ ആണെന്നറിയാമോ ബൈബിളിന്റെ പ്രവചനങ്ങൾ? അടുത്ത വാക്ക്, എന്നിവയുടെ പ്രഭുവായ. വായിച്ചിട്ട് മോളെ. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് റഷ്യയെ. അടുത്ത വാക്ക്, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങി.
എല്ലാവരും പുട്ടിന് വിരോധമായില്ലേ? കണ്ടില്ലേ? റഷ്യ ആരെങ്കിലും സഹകരിക്കുന്നോ? എല്ലാവരും റഷ്യക്ക് വിരോധമാ. അതുകൊണ്ട് റഷ്യയിൽ IFC കോഡ് മാറുന്നു. പണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് എത്ര പിള്ളേരാ ജോർജിയയിൽ പിന്നെ MBBS പഠിക്കാൻ പോകുന്നത്, റഷ്യയിൽ MBBS പോകുന്നത്. എത്രയോ എണ്ണം പഠനം നിർത്തി. തീർന്നു റഷ്യയുടെ കാര്യം. ഈ കേരളത്തിൽ കൊല്ലം ജില്ലയിലെ കശുവണ്ടിക്കാർ സമരം വന്നപ്പോൾ നമ്മുടെ പാറശാലയും പുലിയൂർശാലയും വെള്ളറുടെയും തോലടിയിലും മതിലിയാടി കശുവണ്ടി ഫാക്ടറി തുടങ്ങിയതുപോലെ റഷ്യ അവസാനം MBBS പഠനം നടത്തി കാശുണ്ടാക്കിക്കൊണ്ടിരുന്ന അതും അവൻ്റെ തകർന്നുകൊണ്ടിരിക്കുക. സ്വോത്രം. അതുപോലെ അമേരിക്ക വേറൊരു പണിയും കൂടെ ചെയ്തു. റഷ്യയിലെ വൻകിട മുതലാളിമാർ അമേരിക്കയിലെ ബാങ്കിലിട്ടിരുന്ന സകല ഡോളറും അവന്മാർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. ഇതാ അന്തിമ യുദ്ധം വരാൻ പോവുക. ഇതൊന്നും നാട്ടിലെ പത്രങ്ങൾ എഴുതുന്നില്ല. പിന്നെ അതുകൊണ്ട് റഷ്യയിലെ കാർ കമ്പനികൾ മിക്കവാറും എല്ലാ കാർ കമ്പനികളും അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞു. അതുകൊണ്ട് ആ തമിഴ്നാട്ടിൽ ഈ അടുത്ത ദിവസം 23,000 കോടിയുടെ ഹോണ്ടയുടെ ഒരു കാർ പ്ലാന്റ് തമിഴ്നാട്ടിൽ വരുന്നു. കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ട് 2 ലക്ഷം പേർക്കോളം തൊഴിൽ കിട്ടാൻ. കേരളത്തിൽ വരും, പ്രാർത്ഥിച്ചോണ്ടാ മതി. സ്വോത്രം. സ്റ്റാലിൻ പറഞ്ഞു ഇങ്ങ വന്നാട്ടയ്യ അതാ കിടക്കുന്ന 23,000 കോടിയുടെ കാർ പ്ലാന്റ്, റഷ്യ വരേണ്ട കാർ പ്ലാന്റ് തമിഴ്നാട്ടിൽ ലക്ഷക്കണക്കിന് പേർ. അങ്ങനെയെങ്കിൽ റഷ്യയുടെ സാമ്പത്തിക മണ്ഡലം തകരുന്നു. സകലരും പുട്ടിന് വിരോധമായിരിക്കുന്നു. അന്ത്യകാലം. ഇത് ഈറ്റുനോവിന്റെ ആരംഭം. അടുത്ത വാക്ക് ഞാൻ നിന്നെ. ബൈബിൾ എടുത്തു. അടുത്ത വാക്ക് അന്ത്യദിനം. ഞാൻ നിന്നെ. വായിച്ചാട്ടെ. ഞാൻ നിന്നെ വഴിതെറ്റിച്ച്. റൂട്ട് മാറ്റ്. വെള്ളറുടെ വണ്ടി ചെമ്പൂര് വെള്ളറുടയ്ക്ക് പകരം നേരെ പാറശാല വഴി കയറി വരുന്ന കാരക്കോണം റൂട്ട് മാറ്റുന്നത് പോലെ റൂട്ട് മാറ്റി 6-1. വായിച്ചാട്ടെ. നിന്നിൽ 6-1 ശേഷിപ്പിച്ചു. 6-1. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ഈ 6 രാജ്യത്തിൽ കൂടെ നിന്നെ ഞാൻ കടത്തിക്കൊണ്ടുപോകും അന്ത്യദിനങ്ങളിൽ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് റഷ്യ വെട്ടിമുറിക്കുമെന്ന് സഖാവ് EMS അറിയായിരുന്നോ? സഖാവ് പിണറായിക്ക് അറിയായിരുന്നോ? സഖാവ് കോടിയേരിക്ക് അറിയാമോ? സഖാവ് VS അറിയാമോ? കമ്മ്യൂണിസ്റ്റ് റഷ്യ വെട്ടിമുറിക്കുമെന്ന് അവർക്കാർക്കും അറിയത്തില്ല. റഷ്യ വെട്ടിമുറിക്കുമെന്ന്. എന്നാൽ 2550 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് ഭക്തനായ എസക്കേൽ എഴുതി റഷ്യയെ വെട്ടിമുറിക്കോ. ഇന്ന് രാത്രി പഞ്ചാങ്കുഴിയെ വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. യഹോവയുടെ പുസ്തകത്തിൽ തെരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? ഇത് ബാലരമേല ഡിങ്കനും കുട്ടൂസനും മായാവിയല്ല. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന സ്വർഗീയ രാജാവിൻ്റെ തിരുവെഴുത്ത. ഇന്ന് രാത്രി ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇതെടുത്തവൻ്റെ തലമുറ എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടും. ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരൻ അറിയത്തില്ല റഷ്യ വെട്ടിമുറിക്കുമെന്ന് ഞങ്ങളുടെ ബൈബിളിനകത്ത് ക്ലിയർ ആയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ റഷ്യ ആരെ ആക്രമിക്കും? അടുത്ത വാക്ക് വായിച്ചാട്ട് കുഞ്ഞേ. വടക്കേ അറ്റം, അട്ടർ മോസ്റ്റ് അഥവാ ഏറ്റവും വടക്കേറ്റ സിറിയ. ആ ഭാഗങ്ങൾ മുന്നോട്ട് വായിക്കും. സിറിയയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദാ കിടക്കുന്ന കരം ഉയർത്തിയാട്ടെ. അന്തിമ യുദ്ധം വരാൻ പോകുന്നു. റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുക. ആ ഈറ്റുനോവിന്റെ ആരംഭം 16 മാസം കഴിഞ്ഞ് ഒരു യുദ്ധം തുടങ്ങിയിട്ട് ഇതുവരെയും പരിസമാപ്തിയായില്ല. ഷുഗർ രോഗിക്ക് ഒരു മുറിവ് വന്നാൽ അത് കെട്ടിയും ഉണങ്ങിയും പോകുന്നത് പോലെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇവന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചിട്ട് 2 കൂട്ടർ സമാധാനമില്ലാതിരിക്കുന്നു. ഉക്രൈനെ ഒന്നും തകർക്കാൻ പറ്റത്തില്ല. അടുത്ത കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പറയാം. എല്ലാവരും നേരത്തെ വരണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുമോ? ഇസ്രയേലിനെ ആക്രമിക്കുമോ? ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. എസക്കേൽ പ്രവചന 38-ാം അധ്യായം 7-8 വാക്യങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടേ പോകാവൂ. അന്ത്യകാല സംഭവം. ഒരു ബൈബിൾ കോളേജിൽ പോയാൽ പോലെ ഇത്രയും വലിയ നോട്ട്സ് നിങ്ങൾ കിട്ടത്തില്ല. എസക്കേൽ 38-7-8 വാക്യങ്ങൾ. നീയോ ഒരുങ്ങിക്കൊള്ളുക. വായിച്ചാട്ട് കുഞ്ഞേ. ഒരുങ്ങിക്കൊള്ളുക. റഷ്യയുടെ അടുക്കൽ കൂടിയ സകല ഇസ്ലാമിക രാഷ്ട്രങ്ങളും എഴുന്നേൽക്കാൻ പോവുക അന്ത്യദിനം. നീയും അതിന്റെ കൂടെ കൂടിയ. വായിച്ചാട്ടെ. നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് റഷ്യ അവർക്ക് മേധാവിയായിരിക്കും. ചൈന, സൗദി അറേബ്യ, ഇറാൻ, തുർക്കി ഇവരെല്ലാം ഇന്ന് റഷ്യയോട് കൈ കൊടുക്കുക. ലോകം 2 ചേരിയിൽ. കോവിഡ് ചെറിയ സംഭവമല്ല. അന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഏറിയ നാൾ കഴിഞ്ഞ് റഷ്യയെ നീ സന്ദർശിക്കപ്പെടും. എവിടാ സന്ദർശന സ്ഥലം? വെള്ളറുടെയാണോ പാറശാലയാണോ? അല്ല, ഒരു സ്ഥലത്ത് നീ സന്ദർശിക്കപ്പെടാൻ പോകുന്നു. വായിച്ചാട്ട് മോളെ അടുത്ത വാക്യം. വാളിന് ഒഴിഞ്ഞു പോകുന്നതും കൊച്ചി, മട്ടാഞ്ചേരി മുതൽ ഇന്നത്തെ കത്തുന്ന മണിപ്പൂര്, അത് കഴിഞ്ഞിട്ട് മിസോറാം, അത് കഴിഞ്ഞിട്ട് ആസാം, ഇവിടുന്നെല്ലാം ആഫ്രിക്കയിലെ നൈജീരിയ, കാനഡയിലെ ടൊറന്റോ, നയാഗ്ര ഫാൾസ്, എവിടെ കിടന്ന യഹൂദന്മാരെല്ലാം കോവിഡിന്റെ മറവിൽ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഒരു റഷ്യയെ
നീ ഒടുക്കം ഒരു രാജ്യത്തിലേക്ക് വന്നു തരും. Now the starting point is Ukraine. The last final is coming at Israel. മെഗിദോ താഴ്വരയിലേക്ക് വായിച്ചാട്ട് മക്കളെ. നിരന്തരം ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ 1948 മെയ് 14 വരെ അറബി ഒട്ടകം ഓടിച്ച് മൂളിയും കിടന്ന പാഴും ശൂന്യവുമായ ഇസ്രയേൽ ഇന്ന് ലോകത്തിന്റെ നെറുകയിലെങ്കിൽ അവിടെ നീ വന്നു ചേര്. കരമുയർത്തിയാട്ട് അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. സ്വോത്രം. ഇന്ന് ഇസ്രായേലിൽ ആർക്കെങ്കിലും തള്ളിക്കളയാൻ പറ്റുമോ? ആർക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രമായി ഇന്ത്യ. അതിൻ്റെ അർത്ഥം ഇവിടുത്തെ BJP ഗവൺമെൻറ് എന്ന് ഭരണത്തിൽ വന്നു അന്നെല്ലാം ഇസ്രായേലിനെ ചേർത്ത് പിടിച്ചു. കാർഗിൽ യുദ്ധം കേട്ടവർ മനസ്സിലാക്കണം. അന്നത്തെ കാലത്ത് വാജ്പേയി പാകിസ്ഥാൻ്റെ തലക്കടിച്ച തോക്ക ടൈബർ ടാർ 21. യെശയ്യാ പ്രവചനം എഴുതിയിട്ടുണ്ട്. തീക്കൊള്ളി പോലെ ഒരു ആയുധം നിന്റെ കയ്യിൽ തരും, അത് ഉണ്ടാക്കുന്ന കൊല്ലനെയും തരും. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഇരിക്കുന്നത് ഇസ്രായേലിൻ്റെ തോക്ക്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റൺവേയുടെ ലാൻഡിംഗ് മുഴുവൻ ഇസ്രായേലിൻ്റെ. ചാക്കയിൽ ബ്രഹ്മോസ് പ്ലാന്റ് മുഴുവൻ ഇസ്രായേലിൻ്റെ. ആധാറിൻ്റെ ടെക്നോളജി ആദ്യമായി കൊടുക്കുമ്പോൾ കൈവെക്കുമ്പോൾ എടുത്തത് ഇസ്രായേലിൻ്റെ. ഇന്നത്തെ ഏറ്റവും വലിയ യഹൂദൻ്റെ പണക്കാരനായ എലോൺ മസ്ക്, അദ്ദേഹം ഈ ദിവസങ്ങളിൽ മോഡി സാർ ഒരു പുറം രാജ്യത്ത് ഫ്രാൻസിൽ ചോയപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സാറ് 150 കോടി ജനത്തിന് ഞാൻ ചിപ്പ് വെച്ച് തരാം, എന്നെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കൂ. സ്റ്റാർലിങ്ക് നാളെ പറഞ്ഞു തരാം. ഇതെല്ലാം അന്ത്യഗാനങ്ങൾ. യഹൂദനില്ല കാര്യമല്ലോ. മണിപ്പൂരിൻ്റെ പ്രശ്നത്തിൽ ഇപ്പം മോഡി സാർ കുലുങ്ങിക്കൊണ്ടിരിക്കുക. ഒരു യഹൂദനും 2 ജൂത പുരോഹിതന്മാർക്ക് ഈക്വലായ മെസാനിക്ക് മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറഞ്ഞു ഇന്ത്യ ആയിട്ടുള്ള ബന്ധം പുനഃപരിശോധിക്കേണ്ടി വരും. വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുക. അമേരിക്കയും പോവുക. ഇതൊരു വല്ലാത്ത വിഷയമായി ഇന്ത്യയെ മാറ്റിക്കളയും. മണിപ്പൂർ സാധാരണ സംഭവമല്ല. ഇതെല്ലാം അന്ത്യകാലങ്ങൾ. വാളിനൊഴിഞ്ഞു പോകുന്നത് പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടുമായി ഒരു ദേശത്തെ കൊടുക്കാൻ നീ വന്നു ചേരും. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. എന്തിനു വേണ്ടി? ആ യുദ്ധമാ 3-ാം ലോക മഹായുദ്ധം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പഞ്ചാങ്കുടിയിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ലോകം 2 ചേരിയിലേക്ക് പോകുന്നു. ഒന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ചേരി, അതുപോലെ തന്നെ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു ചേരി. വായിക്കാവ് റഷ്യയുടെ കൂടെ ഏത് ചേരികാണ്? എസക്കേൽ പ്രവചന 38-ാം അധ്യായം 5-6 വാക്യങ്ങൾ. എസക്കേൽ 38-5-6 വാക്യങ്ങൾ. റഷ്യയുടെ കൂടെ ആരൊക്കെ കാണും? ലോകം 2 ചേരിയിൽ അന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ. വായിക്കാവ്. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരികയും ധരിച്ച പാർസികളാ 2 രാജ്യം, അഫ്ഗാനിസ്ഥാനും ഇറാനും ഇന്ന് റഷ്യയുടെ കൂടെ കൈ കൊടുക്കുന്നു. അടുത്തത് കൂശ്യർ എന്ന് പറയുന്ന എത്യോപ്യ രാജ്യം. അടുത്തത് ലിബിയ രാജ്യം. അടുത്തത് ഗോമേര ഇന്നത്തെ ജർമ്മനി. യൂറോപ്യൻ യൂണിയൻ ഇന്ന് ഒരു ചടുത്തം ചാടും. യൂറോപ്യൻ യൂണിയൻ 12 രാഷ്ട്രങ്ങളാണ്. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. അതിൽ നിന്ന് 2 എണ്ണം പോവും. ഒന്ന് ബ്രിട്ടൻ, അടുത്തത് ജർമ്മനി. ഗോമേര് ചാടിയാൽ വരാൻ പോകുന്നു 10 കൊമ്പ് ആന്റി ക്രൈസ്റ്റ്. ഇതെല്ലാം അന്തിമ ദിനമാ. ബൈബിളിന്റെ പ്രവചനം നിവർത്തിയാകുന്നു. ഗോമേര് ജർമ്മനി മറുകണ്ട ചാടും. അടുത്തത് അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും. അർത്ഥം ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവൻ ആരുടെ കൈ കീഴിൽ വരുന്നു? റഷ്യയുടെ കീഴിൽ വരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ചെറുപ്പക്കാർ കാണും, പലരും ഗൾഫിൽ പോയവർ കാണും. ഇസ്ലാം സമൂഹം 2: സുന്നി, ഷിയ, മുസ്ലിം. ഇറാനുമായിട്ട് സൗദി അറേബ്യക്കോ യാതൊരു രാഷ്ട്രങ്ങൾക്കോ ബന്ധമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ലോക ചരിത്രത്തെ ഞെട്ടിച്ചുകൊണ്ട് സൗദി അറേബ്യ ഇറാനുമായിട്ട് കരം വെച്ച് കഴിഞ്ഞു. 2 പേര് എംബസി ഓപ്പൺ ആക്കി കഴിഞ്ഞു. അർത്ഥം റഷ്യയും ചൈനയുടെ നേതൃത്വത്തിൽ തെക്കൻ കൊറിയയുടെ കയ്യൊപ്പോട് 2 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സൗദി അറേബ്യ ഇറാനും പറഞ്ഞു, ഇനി നമുക്ക് കലഹം വേണ്ട, പൊതു ശത്രുവിനെ നേരിടാൻ ഒന്നിക്കാം. സൗദി, ഇറാൻ. അന്തിമ ദിനമായത് മനസ്സിലാക്കിക്കോണം. നമുക്ക് ഇതൊന്നും കണ്ടിട്ട് സന്തോഷമില്ലല്ലോ. സ്വോത്രം. നമ്മളിവിടെ വാട്സപ്പും ചാറ്റ് ചെയ്ത് കറുത്തമുത്തും ചന്ദനമഴയും കണ്ട് അൽപകാമും കുഴിമന്തിയും തിന്നുകൊണ്ടിരിക്കുക പഞ്ചാങ്കുടിക്കാർ. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. സ്വോത്രം. ഇതിൽ നല്ല വ്യക്തികളായിരുന്നു കുവൈറ്റുകാർ. ഇഷ്ടം പോലെ എണ്ണ, കാശ്, നല്ല ശമ്പളം നേഴ്സുമാർക്ക്. അവിടുത്തെ അറബികൾ ചെയ്യുന്ന എന്താണെന്നറിയാമോ? ഓരോ ദിവസവും വഴിയെ പോകുന്നവൻ്റെ തലേ പെപ്സി കുപ്പി എറിയുന്നതാണ് കുവൈറ്റ് ചെയ്ത്. ഒറ്റ രാത്രി സദാം ഹുസൈൻ ഒരു കയറ്റം കയറി. 4-ാം പക്കം കുവൈറ്റിലെ കോടിക്കണക്കിന് ഡോളർ അമേരിക്കയിൽ കിടക്കുന്ന അറബികൾ മരുഭൂമിയിൽ നിന്ന് ഒരു നേരത്തെ ബ്രെഡിനും ഒരു നേരത്തെ വെള്ളത്തിനും വേണ്ടി. അതുകൊണ്ട് ഇന്ന് രാത്രി പഞ്ചാങ്കുടി ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥം കത്തിയഴിയും. ഭൂമിയും
ഭൂമിയും അതിലെ സകല പണികളും വെന്തു പോകുമെങ്കിൽ സമയത്തിലും അസമയത്തിലും നാഥന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കോണം. ലോക സംഭവങ്ങൾ മുഴുവൻ കർത്താവിന്റെ വരവിനെ കാണിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവനോട് ചേർന്ന് വേറൊരുത്തനുണ്ട്. അടുത്ത വായിച്ചാട്ടെ. വടക്കേ അറ്റത്തുള്ള തോഗർമാഗൃഹവും. തോകർമാഗ്രഹം. ആരാ തോകർമാഗ്രഹം? ഇന്നത്തെ ഒരുത്തനുണ്ട് തുർക്കി. ആ പ്രസിഡന്റിന്റെ പേരാ തൊയ്ബർദോഗൻ. അവനാ വന്നുടനെ ഒരു ദേവാലയം പിടിച്ചു. ഹാഗിയ സോഫിയ എല്ലാ പെന്തിക്കോസുകാരും കണ്ട് 400-ൽ പരം വർഷമുള്ള ഓർത്തഡോക്സിന്റെ പള്ളി അവൻ പിടിച്ചുകൊണ്ടുപോയി. രണ്ടാമത്തെ പള്ളി പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് തുർക്കി ഭൂകമ്പം വന്നത്. അവനാണ് അറബ് ലോകത്തിന്റെ നേതാവ്. ആരാ? യേശു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. അതുപോലെ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് വഴിയൊരുക്കാൻ വന്നവനാ ഇന്നത്തെ തുർക്കിയിലെ പ്രസിഡന്റ് തൊയ്ബർദോഗൻ. ആരാ? ഒന്നാം ചേരിയിൽ റഷ്യ, ചൈന, കൊറിയ, സൗദി അറേബ്യ, ഇറാൻ, അത് കഴിഞ്ഞ് ലിബിയ, എത്യോപ്യ, തോകർമാഗ്രഹം. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവൻ ആരുടെ നേരെ എഴുന്നേറ്റ് വരാൻ പോകുന്നു? ഇസ്രയേലിന് നേരെ എഴുന്നേറ്റ് വരാൻ പോകുന്നു. കോവിഡ് സാധാരണ സംഭവമല്ല. യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പി, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ഇന്ന് രാത്രിയും ഇസ്രയേലിൻ്റെ വിഷയത്തിൽ ഒരു അന്തിമ ദിനങ്ങളിലേക്ക്. അങ്ങനെയെങ്കിൽ ഒരു കൂട്ടം ഇവരുടെ നേരെ നിൽക്കും. അപ്പോൾ ഇസ്രയേലിന് കൂടെ ആരൊക്കെയുണ്ട് മനസ്സിലാക്കണം. അന്ത്യകാലവും ബൈബിള്. ഇസ്രയേലിന് കൂടെ ആരൊക്കെയുണ്ട്? എസെക്കിയേൽ പ്രവചനം 38:13 വായിക്കാം. ഇസ്രയേലിന്റെ കൂടെ ആര് നിൽക്കോ? വായിക്കാട്ടെ. ശെബ, ഇന്നത്തെ യമൻ രാജ്യം, സൗദിയോട് ചേർന്ന് കിടക്കുന്ന ശെബ. അതാ ഇന്നത്തെ ഹൂത്തി വിമതർ. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനി അരംകോ, സൗദി അറേബ്യയിൽ. ആ അരംകോയ്ക്കെതിരെ ഹൂത്തി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇറാഖ് കുവൈറ്റിനെ ഒതുക്കിയപ്പോൾ ഇറാഖിനെ പിടിച്ചതുപോലെ ഈ അമേരിക്ക ഈ യമനെ കയ്യിലാക്കും. അതാ കൂശ്യർ, ഈ ശബ. അടുത്തത് വായിച്ചാട്ടെ. ദദാൻ, ഏഡൻ രാജ്യം. യമനോട് ചേർന്ന ഏഡൻ. ഏഡൻ കഴിഞ്ഞാൽ ഈജിപ്റ്റ്, ഈജിപ്റ്റ് കഴിഞ്ഞാൽ ഇസ്രയേൽ. നാളെ പറഞ്ഞുതരാം ചൈനയുടെ സിൽക്ക് പാതയായത്. 1 സൗദി, 2 യമൻ, യമൻ കഴിഞ്ഞാൽ ഏഡൻ, ഏഡൻ കഴിഞ്ഞാൽ ഈജിപ്റ്റ്, ഈജിപ്റ്റ് കഴിഞ്ഞാൽ ഇസ്രായേൽ. നാളെ പറഞ്ഞുതരാം ചൈനയുടെ സിൽക്ക് പാത. തർശീഷ് വർത്തകങ്ങൾ, തർശീഷ് കപ്പലുകൾ. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന 4 രാഷ്ട്രങ്ങൾ. ഇന്ന് ഉക്രൈന് സൈഡ്. 1 അമേരിക്ക, 2 കാനഡ, 3 ഓസ്ട്രേലിയ, 4 ഗ്രേറ്റ് ബ്രിട്ടൻ. ഇവർ ഇത്രയും പേരാ ഇന്ന് ഉക്രൈന് സൈഡെങ്കിൽ അതേ രാഷ്ട്രങ്ങൾ ഇസ്രയേലിന് സൈഡ് കൊടുക്കുന്ന ഒരു കാലമാ അന്ത്യദിനത്തിൽ വരാൻ പോകുന്ന. അടുത്ത വാക്ക് അവനോട് കൂടെ. എൻ്റെ പ്രസംഗമാവുന്നതേ ഉള്ളൂ. അവനോട് കൂടെ. വായിച്ചാട്ടെ. ബാലസിംഹങ്ങൾ. സാമ്പത്തികമാന്തി ഇല്ലാത്ത 2 രാഷ്ട്രങ്ങൾ, ജപ്പാൻ, തൈവാൻ. ഇതെല്ലാം ഇന്ന് ആരുടെ കൂടെ നിൽക്കുന്നു? അമേരിക്കയോട് ചാന്ന് നിൽക്കുന്നു.